നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്ന് ആണ്. ഇസ്രായേൽ ഇറാനെ തുടർന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിന് കാരണം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള കാരണം. ഒന്നാമത്തെ കാരണം 1990-കൾക്ക് ശേഷം ഇറാൻ ഇസ്രായേലിനെ ഒരു ശത്രു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും അവരെ യഹൂദരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും എന്ന് അവർ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. അത് ഹയത്തുള്ള ഹമേനിയുടെ നേതൃത്വത്തിലാണെന്ന് പറയപ്പെടുന്നു. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഇറാൻ ഹൂതികൾ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഫണ്ട് ചെയ്യുന്നു, അതുപോലെ ഹിസ്ബുള്ളായ്ക്ക് ഫണ്ട് ചെയ്യുന്നു എന്ന കാരണം മൊസാദ് ഇസ്രായേലിനെ അറിയിക്കുകയും അവര് ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിക്കുകയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഫണ്ടും ആയുധങ്ങളും നൽകുന്ന ഇറാനാണ് എന്ന് ഇസ്രായേലിന് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് രണ്ടാമത്തെ കാരണം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഹൂതികൾ ആക്രമിക്കുന്നത് എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത് എന്നാണ്. ഹൂതികൾ എന്ന് പറയുന്ന ഇസ്രായേലിന് ഒരു ഇറാനിൽ നിന്നുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. ലബനൻകാരും ഒക്കെ ഉണ്ട്. അവർക്ക് കൂടുതൽ ആളുകൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ SSLCക്കൊക്കെ വലിയ തീരെ മാർക്ക് കുറഞ്ഞു കിടക്കുന്ന ആൾക്കാര് ഇത് കഴിയുമ്പോഴത്തേക്കും വേറെ ഒന്നിനും പോകാതെ അവരെ ഹൂതികളാവാനാണ് വേണ്ടി പോകുന്നത്. 4 വർഷം ഹൂതികളായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്ക് വലിയ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. നാട്ടിലത്തെ CPMകാർക്ക് DYFIക്കാർക്ക് PGയും അതുപോലെ ഡോക്ടറേറ്റും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് 4 വർഷം ഹൂതികളായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചത്തില്ലെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ലഭിക്കും, ഡോക്ടറേറ്റും ഒക്കെ കിട്ടും. തേങ്ങാക്കൊല എന്ത് മാങ്ങാക്കൊല എന്തെന്ന് അറിയാൻ പാടില്ലെങ്കിൽ പോലും ഈ ഹൂതികളായിട്ട് കുറെ നല്ല തീവ്രവാദികളായിട്ട് നടന്നു കഴിഞ്ഞാൽ അവർക്ക് ശിഷ്ടകാലം സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ അതിനു മുമ്പായിട്ട് അവന്മാർ തട്ടിക്കളയെന്നുള്ള വേറൊരു കാര്യം. ഇങ്ങനെയുള്ള ഹൂതികൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിക്കുക, കടൽ കൊള്ള നടത്തുക, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, യഹൂദന്മാരെ ആക്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഹൂതികൾക്ക് ഫണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടാമതായി ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ആണവ സമ്പുഷ്ടീകരണമാണ്. അതായത് ആറ്റോമിക് ഫോർമുല വികസിപ്പിച്ചെടുത്ത അണുവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, അത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഇറാൻ വികസിപ്പിച്ചെടുക്കുകയും അത് വികസിപ്പിച്ചെടുത്താൽ ഉറപ്പായും ആക്രമണം ഉണ്ടായ ഉറപ്പായിട്ടും അത് ഇസ്രായേലിനെ തന്നെ ആക്രമിക്കും എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു. ഇതാണ് പ്രധാനമായുള്ള 3 കാരണങ്ങൾ കൊണ്ടുള്ള ഇറാനെ ആക്രമിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു കാരണം. ഇത് ശരിക്കും പറഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ശരിക്കും അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹൃദപരമായിട്ട് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും ഇസ്രായേൽ ഒരിക്കലും മുസ്ലിം കൺട്രീസിനെ ആക്രമിക്കണമെന്ന് ഒരിക്കലും ഒരു പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള രാജ്യമല്ല. അങ്ങനെ ആക്രമിക്കാനായിരുന്നു അവർക്ക് സൗദി അറേബ്യ ആക്രമിക്കാമായിരുന്നു, അവർക്ക് UAE ആക്രമിക്കാം. സമ്പൽ സമൃദ്ധമായി കിടക്കുന്ന ഒരു രാജ്യത്തെ അവർ ആക്രമിക്കാൻ പോകുന്നില്ല. അവരുടെ നിലനിൽപ്പിന് ഭീഷണിയായിട്ട് വരുന്ന രാജ്യത്തെ മാത്രമാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചുള്ള പ്രതിരോധം മാത്രമാണ് രക്ഷയുള്ളൂ എന്ന് ഇസ്രായേലുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അമേരിക്കയുടെ സപ്പോർട്ട് തേടുകയും അവർ പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ട് തേടുകയൊക്കെ ചെയ്ത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ കയറി ഒരു അടി അടിച്ചും, അത് കഴിയുമ്പോഴത്തേക്കും അമേരിക്ക കയറി ഒരു അടി അടിക്കും, അത് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞ് നിങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബാക്കി രാജ്യങ്ങൾ നിങ്ങൾ കയറി അടിച്ചോളാൻ പറയും. അവർ കയറി അവരുടെ മിലിറ്ററി കയറി ഒരു നിരങ്ങി നടക്കും. അപ്പോഴത്തേക്കും ഇറാന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമാകും. ഇതാണ് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് അവരുടെ ബിസിനസ് നോക്കി, എണ്ണ വ്യാപാരവും കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ അവർ ഈ ബാക്കിയുള്ള ഉന്മൂലനാശം നടത്താൻ വേണ്ടി പോകുമ്പോഴാണ് അവർക്കുള്ള ആക്രമണം ലഭിക്കുന്നത്. അതേസമയം തൊട്ടടുത്ത് കിടക്കുന്ന ദുബൈ വളരെ സന്തോഷമായിട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. ഏത് രാജ്യത്തുനിന്നും അവർക്ക് പോകാം. അവരുടെ ടൂറിസത്തിന് അവർ സപ്പോർട്ട് ചെയ്യുന്നു. അവർ അന്യമതങ്ങളും കുഴപ്പമില്ല. ഇപ്പൊ സൗദി അറേബ്യ ആണെങ്കിൽ പോലും അവരും ഒരുപാട് ബ്രോഡായിട്ട് ചിന്തിച്ചു തുടങ്ങി. ഒരുപാട് ബിസിനസ്സുകളൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ഒരു രാജ്യമാണ്. ആ രീതിയിൽ തന്നെ ഇറാനും വരട്ടെ, സമാധാനത്തോടെ ലോകം പുലരട്ടെ, തീവ്രവാദം അവസാനിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അങ്ങനെ ഒരു ലോകത്ത് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.